വേണ്ട വിധത്തിലോ വേണ്ടാത്ത വിധത്തിലോ എന്ന് പറഞ്ഞിട്ട് ഒരു കാറ്റഗറി ഒന്നുമില്ല. ഇപ്പൊ സത്യവും ധർമ്മം എന്നൊക്കെ ഇപ്പൊ വേണ്ടതും വേണ്ടാത്തതും ഒക്കെ ഉണ്ടാവും, ധർമ്മവും അധർമ്മവും ഒക്കെ ഉണ്ടാവും. ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നൊന്നും ധാർമ്മിക സിദ്ധാന്തത്തിൽ പറഞ്ഞിട്ടില്ല. ആര് എവിടെ എങ്ങനെ എന്ത് എപ്പോ എന്തിനു വേണ്ടി ചെയ്യുന്നു എന്നുള്ളതാണ് ധർമ്മവും അധർമ്മവും. കാണിക്കാൻ പറ്റുന്നതും കാണിക്കാൻ പറ്റാത്തതും, കേൾപ്പിക്കാൻ പറ്റുന്നതും കേൾപ്പിക്കാൻ പറ്റാത്തതും ഒക്കെ എല്ലാ സമയങ്ങൾക്കനുസരിച്ചിട്ടാണ്. ആരുടെ മുന്നിൽ ആര് ആരോട് എപ്പോ എങ്ങനെ എന്തിന് എന്നൊക്കെയാണ് ധർമ്മസിദ്ധാന്തം. അതിന് ഒരു സ്ഥായിയായ അബ്സല്യൂട്ട് ഡിവിഷനൊന്നുമില്ല. റൈറ്റ്. അപ്പൊ ധർമ്മം എന്ന് പറയുന്ന ആ വാക്ക് തെറ്റാണ്. ഞാൻ കോൺഫ്ലിക്റ്റ് ചെയ്യാതെ എനിക്ക് ജീവിക്കാൻ പറ്റുമോ? ഇന്ന് ഞാൻ ഒരു കുട്ടിയെ വഴക്ക് പറഞ്ഞു, അത് പറഞ്ഞിട്ട് അയ്യോ പറയരുതായിരുന്നു, ഐ ആം നോട്ട് സ്പിരിച്വൽ. അത് പറഞ്ഞു കഴിഞ്ഞു, കഥ കഴിഞ്ഞു. മനുഷ്യന്മാരുടെ ഏറ്റവും വലിയ ശാപം എന്താ അറിയോ? നമ്മൾ എന്തെങ്കിലും ചെയ്യും, അയ്യോ ചെയ്യരുതായിരുന്നു. എന്തെങ്കിലും ചെയ്യാതിരുന്നു, അയ്യോ ചെയ്യണമായിരുന്നു. ഈ പിന്നാലെ ചിന്തിക്കുന്ന ചിന്ത ഇല്ലാണ്ടിരുന്നാൽ തന്നെ അവൻ ആത്മീയ പുരുഷനായി. എപ്പോഴാണ് ഈ ചിന്ത വരുന്നത്? എൻ്റെ ബുദ്ധിയിൽ പറയുന്നു ഇന്നത് ചെയ്യണം, മനസ്സ് പറയുന്നു അത് ചെയ്യരുത്, അല്ലെങ്കിൽ മനസ്സ് പറയുന്നു അത് ചെയ്യണം, ബുദ്ധി പറയുന്നു അത് ചെയ്യണം. ഇതിലേതാ ശരി? ആരാ തീരുമാനിക്കണം ഏതാ ശരി ഏതാ തെറ്റെന്ന്? ഒന്നും ശരിയുമല്ല, ഒന്നും തെറ്റുമല്ല. എൻ്റെ ആത്മാവ് എന്നോട് കുറച്ച് കഴിയുമ്പോൾ പറയും അത് ചെയ്യണ്ടേ. അത് ഇയാൾ പറഞ്ഞു ഞാൻ തപ്പി നടക്കാൻ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന്. ആരും പറഞ്ഞിട്ടുണ്ടാവില്ല, ആരും മൈൻഡ് ചെയ്യുന്നുണ്ടാവില്ല. പക്ഷെ എന്നാലും എനിക്ക് തോന്നും ഇയാൾക്ക് എന്തോ തോന്നിയിട്ടുണ്ട് കേട്ടോ, ഇയാൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ എന്ന് എൻ്റെ മനസ്സിൽ തന്നെ തോന്നാണ്. ആ തോന്നൽ ഉണ്ടാക്കുമ്പോൾ എൻ്റെ ആത്മാവിൽ നിന്ന് പറയും ചെയ്യാൻ പാടില്ല. ആ കോൺഫ്ലിക്റ്റ് ആണ് നമ്മുടെ ആത്മാവിൽ നിന്നും ചിന്തകൾ വരാതെ ബുദ്ധിയിൽ നിന്നും മനസ്സിൽ നിന്നും കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്നത്. ഈ ജഡ്ജാണ് ആത്മാവ് എന്ന് പറയുന്നത്. ജഡ്ജാണ്. മനസ്സിനും ബുദ്ധിക്കും ഇടയിൽ നമ്മളെ തന്നെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന ഒരു ജഡ്ജാണ്. അതാണ് ഭഗവത്ഗീതയിൽ ഉദ്ധരേത്, ഈ മനസ്സിനെ വേർതിരിക്ക. ഉദ്ധരേത് ആത്മനാത്മാനാം, ആത്മാവിന്റെ ഉള്ളിലുള്ള ആത്മാവിനെ ഉയർത്തിക്കൊണ്ടുവന്നിട്ട് ഉദ്ധരേത് ആത്മനാത്മാനാം ആത്മാനം അവസാധയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവ രിപുരാത്മന. ഈ ആത്മാ എന്ന് പറഞ്ഞാൽ എന്താ? ഒന്ന് ബുദ്ധിയും ഒന്ന് മനസ്സും അതിനിടയിൽ കടന്നിട്ട് ഈ ആത്മാവും കൺഫ്യൂസ്ഡ് ആവാതെ എനിക്ക് യാതൊരു കുഴപ്പമില്ല, ഞാൻ പറഞ്ഞത് പറഞ്ഞു, കൊടുത്തത് കൊടുത്തു, തന്നത് തന്നു, കിട്ടിയത് കിട്ടി, ഇതൊന്നും ഞാൻ ബോധമല്ലാത്ത അവസ്ഥ. അങ്ങനെ എനിക്ക് ജീവിക്കാൻ പറ്റും. സിറ്റുവേഷനാണ്. നിങ്ങൾക്ക് ചായ കുടിക്കുമോ? ഓ കുടിക്കാലോ. ചായ ഉണ്ടാക്കണോ? വേണ്ട. അല്ല ഉണ്ട്, ഉണ്ടാക്കിയതുണ്ട്, തന്നോളൂ. മധുരം വേണോ? കുഴപ്പമില്ല, കുറച്ചുകൂടി ഇട്ടോളൂ. ഇതൊന്നും എനിക്ക് ബാധകമല്ല. നമ്മൾ അതിന് ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇന്നതാണ് വേണ്ടത്, ഇങ്ങനെ ചെയ്യാവൂ, ഇങ്ങനെ ജീവിക്കുള്ളൂ എന്നൊക്കെ വരുമ്പോഴൊക്കെ പ്രശ്നം ഉണ്ടാവും. അതൊന്നും നമ്മുടെ മനസ്സറിഞ്ഞിട്ടല്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വഴക്ക് പറയുമ്പോഴും എന്ത് ചെയ്യുന്ന സമയത്ത് എൻ്റെ പ്രഷർ നോക്കിയാൽ ഒരു ലേശം കൂടി കൂടിയിട്ടുണ്ടാവില്ല. കാരണം ഇതൊക്കെ ഒരു പ്രകടനമാണ്. നമ്മൾ നാടകത്തിൽ അഭിനയിക്കുമ്പോൾ കൊല്ലും നിന്നെ ഞാൻ എന്ന് പറയുന്ന സമയത്ത് എൻ്റെ പ്രഷർ കൂടും. ആരെങ്കിലും ആളെന്നെ കൊല്ലുന്ന് പറയുമ്പോൾ എൻ്റെ പ്രഷർ കൂടും? ഇല്ലല്ലോ. ഇതൊരു ഡ്രാമയാണ് ജീവിതം എന്നൊരു അറിവ് നമുക്ക് ഉണ്ടാവുക. നമ്മളൊക്കെ ഒരു ഡ്രാമയിലാണ്. ഒരാളെ ആരും വിവാഹം കഴിച്ചു, അതിലൊരു കുട്ടി ഉണ്ടായി, ഇതൊരു ഡ്രാമയാണ്. ഇറ്റ്സ് എ ബിഗ് ഡ്രാമ. ഷേക്സ്പിയർ എന്തായാലും പറഞ്ഞിട്ടില്ലേ? ആരാ പറഞ്ഞത്? ഷേക്സ്പിയറിൽ പറഞ്ഞു, ലൈഫ് is a tale told by an idiot full of sound and fury signifying nothing. These are the great truths of life. അല്ലേ? ഷേക്സ്പിയർ ആണ്. ലൈഫ് ഈസ് എ ബിഗ് ടെയിൽ, ഒരു പമ്പര വിഡിത്ത സ്റ്റോറിയാണ്. ടോൾഡ് ബൈ എൻ ഇഡിയറ്റ് ഫുൾ ഓഫ് സൗണ്ട് ആൻഡ് ഫറി. ആകെ ടെൻഷനും ഭയവും. അയാൾ ഇങ്ങനെ വിചാരിക്കും, ഇയാൾ ഇങ്ങനെ വിചാരിക്കും. ഏത് മണ്ണാങ്കട്ടി ഒരാളും വിചാരിക്കുന്നില്ല. നമ്മുടെ ധാരണ എന്നെക്കുറിച്ച് എല്ലാവരും ചിന്തിക്കുന്നു ലോകത്തു നിന്നാണ്. ഈ മനുഷ്യനെ കുറിച്ച് ചിന്തിക്കാൻ ആർക്കാ സമയം? ഒരു വേണ്ടാത്ത ചിന്തകളാണ്. ഇതൊന്നുമില്ലാതെ ഐ ഡോണ്ട് കെയർ വാട്ട് യു തിങ്ക് അബൌട്ട് മീ, ഐ ഡോണ്ട് വെറി വാട്ട് യു തിങ്ക് അബൌട്ട് മീ. ഇന്ന് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാളെ കണ്ടു, ബാബു എന്ന് പറയുന്ന ഒരാളെ. അയാളുടെ ബ്രദർ എന്നെ കൽക്കട്ടയിൽ പറഞ്ഞു, ബാബു എന്ന് പറഞ്ഞ് ഒരു ഷോപ്പ് നടത്തുന്ന ഒരാളുണ്ടെന്ന് പറഞ്ഞു. ഞാൻ തപ്പിപ്പോണ്ട കാര്യമൊന്നുമില്ല. ആ സമയത്ത് എനിക്ക് തോന്നി ഞാൻ തപ്പിപ്പോണം. അതിനൊരു കാരണവുമില്ല.
എന്നിട്ട് ഞാൻ പിന്നെയും തപ്പിപ്പോയി അയാളോട് പറഞ്ഞു, നിങ്ങളുടെ ബ്രദറിനെ ഞാൻ കൽക്കട്ട കണ്ടു. ഞാനിപ്പോ അയാളോട് പോയിട്ട് അയാളുടെ ബ്രദറിനെ കണ്ടു എന്ന് പറഞ്ഞ കാര്യം തന്നെ. വൈ ഷുഡ് ഐ ടെൽ? ഞാൻ എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടാണോ? ആണോ? അല്ല. അതെനിക്ക് തോന്നി ആ സമയത്ത് അങ്ങനെ ചെയ്യണം തോന്നുന്ന സമയത്ത്. ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെന്താ, ചെയ്യാതെ ഞാൻ ഇവിടെ വന്നു എന്ന് വിചാരിക്കാം. റൈറ്റ്? ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് പറയേ തീർന്നില്ലേ? എന്റെ അടുത്തൊരു സുഹൃത്ത് ആക്സിഡന്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കും. അടുത്ത അയൽവാസിയല്ലേ, അയാൾ തിരിച്ചു വന്നിട്ട് കാണാന്നേ. തിരിച്ചു വന്നില്ലെങ്കിലോ? അവിടുന്ന് കൃഷ്ണരാമ ഗോവിന്ദ കഥ വിട്ടുപോയാൽ ജീവിതത്തിൽ സ്ഥിരമായിട്ട് നമ്മൾ സങ്കടപ്പെട്ടില്ലേ? ഉണ്ടോ ഇല്ലയോ? അതേ സമയത്ത് എന്റെ അടുത്ത ബ്രദർ ആയിരുന്നു എന്ന് വിചാരിക്കും, തിരിച്ചു വന്നിട്ട് കാണാന്ന് വിചാരിക്കും, ഉടനെ തന്നെ പോവല്ലോ. അപ്പൊ എന്റെ മനസ്സിലൊരു ആഗ്രഹമുണ്ട് പോണം. പക്ഷെ ഉടനെ എന്റെ പോക്കറ്റ് നോക്കിയിട്ട് പറയും, എന്തിനാ കഷ്ടപ്പെട്ടിട്ട് ബസ്സിൽ കയറി പോണേ? അതാരാ പറയണേ? എന്റെ ബുദ്ധിയാ പറയണേ. അപ്പൊ എന്റെ ബുദ്ധി പറയും പോണ്ടാന്ന്, എന്റെ മനസ്സ് പറയും പോണം. അല്ലേ? ഐസ്ക്രീം എന്താ ടേസ്റ്റ്, കഴിക്കണം. ഉടനെ പറയും ഐസ്ക്രീം കഴിച്ചപ്പോഴാ ലാസ്റ്റ് ടൈം ത്രോട്ട് പെയിൻ ഉണ്ടായത്, കഴിക്കണ്ടെന്ന്. ഇതാരാ കഴിക്കണം എന്ന് പറയുന്നത്? മനസ്സ്. ആരാ കഴിക്കണ്ടെന്ന് പറയുന്നത്? ബുദ്ധി. ഏത് കേൾക്കും? നീ കഴിച്ചു കഴിഞ്ഞു എന്ന് വിചാരിക്കാം, അപ്പൊ പറയും കഴിക്കണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ടായി പ്രശ്നം ഉണ്ടായത്. കഴിച്ചിട്ടല്ല പ്രശ്നം, കഴിക്കണ്ടായിരുന്നു തോന്നുമ്പോഴാണ് പ്രശ്നം. ആ കഴിച്ചതിനോട് അതങ്ങോട്ട് വിട്ടു കഴിഞ്ഞാലോ ഒരു പ്രശ്നമില്ല. അങ്ങനെയല്ല, നമുക്ക് വേറെ പണിയൊന്നുമില്ല. ഇങ്ങനെ കമ്പാർട്ട്മെന്റിന്റെ പിന്നാലെ കമ്പാർട്ട്മെന്റ് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയൊക്കെ ദോഷം കെട്ടാൻ പറ്റുമോ, എവിടെയൊക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, ചുമ്മാ വിടുക. ജസ്റ്റ് ലീവ് ഇറ്റ്. അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ലൈഫ് വിൽ ഗോ ഓൺ. എൻജോയ്. ഈ മൊമെന്റിൽ ഐ എം എൻജോയിങ്, ദാറ്റ്സ് ഇറ്റ്. ഇവർക്ക് ഇതൊന്നും ഈ മൊമെന്റിൽ എൻജോയ് ചെയ്യാൻ പറ്റില്ല. ഇന്നലെ ഒന്നും എനിക്ക് ആലോചിച്ചുകൊണ്ടിരിക്കുക പഴയ കാര്യങ്ങള്. അല്ലേ? നാളെ എത്ര മണിക്ക് പോകണം, നാളെ രാവിലെ പോകുന്ന സമയത്ത് എവിടെയൊക്കെ നിർത്തണം, എവിടെയൊക്കെ ചായ കുടിക്കാൻ നിർത്തണം. എന്തിനാ അതൊക്കെ ആലോചിക്കണേ? അവിടെ എത്തുമ്പോൾ വിശക്കാണെങ്കിൽ പോവാ, കഴിക്കാത്ര. ഞാൻ എറണാകുളത്ത് നിന്ന് കോട്ടയത്തേക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഏതോ ഒരു കടയിൽ പോയിട്ട് കയറി കടലയും പൊട്ടും. സാധാരണ ചെറിയ കടയിലൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഒറ്റയാൾ പറഞ്ഞു ഭക്ഷണം അസലായിട്ടോ, ആരെ കുക്ക് ചെയ്യണമെന്ന് വെച്ചു. അപ്പൊ കൗണ്ടറിൽ ഇരിക്കുന്ന സ്ത്രീ ഹസ്ബൻഡ് അവിടെ പോയിട്ട് ഞാൻ പറഞ്ഞു അസലായിട്ട് കേട്ടോ. പക്ഷെ 20 കൊല്ലമായി ഈ കട ആദ്യമായിട്ട് ഒരാൾ. ആ സമയത്ത് അതിൽ ഉപ്പ് കുറഞ്ഞാലോ ഉപ്പ് കൂടിയാലോ ഉണ്ടല്ലോ. എന്തുകൊണ്ട് പറഞ്ഞു, എന്തുകൊണ്ട് എൻജോയ് ചെയ്തു? അതില്ല, ക്യാരക്ടർ ഇല്ല. അത് ഡോണ്ട് എൻജോയ്. അതെപ്പോ നമുക്ക് ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിൽ ആഡ് ചെയ്യാൻ പറ്റും, അതാണ് ആത്മീയത. അത് പൊളിറ്റിക്സിലായാലും എൻ്റെ ജീവിതത്തിലായാലും എനിക്ക് ചുറ്റുന്ന എവിടെയും ചെയ്യാൻ പറ്റും. പക്ഷെ മിക്കവാറും പൊളിറ്റിക്സിലൊക്കെ പറ്റുന്നത് നമ്മൾ വളരെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് കാശൊക്കെ മേടിച്ച് കഴിയുമ്പോൾ ആലോചിക്കും, അയ്യോ ഇത് വേണ്ടായിരുന്നു. അങ്ങനെ തോന്നാതെ മേടിച്ചാൽ കുഴപ്പമൊന്നുമില്ല. യു ക്യാൻ ബി എ ബുച്ചർ. ഒരു ശവം വെട്ടുകാരനായാലും കുഴപ്പമൊന്നുമില്ല, അയാളും ആത്മീയ പുരുഷനാണ്. ധർമ്മം എന്ന് പറയുന്നതിൽ എവിടെയാ ധർമ്മം? ഏറ്റവും നല്ല ആത്മീയ പുരുഷൻ എന്ന് പറയുന്നത് രാവണനാണ്. അയാള് ധർമ്മം എന്ന് പറയുന്നത് അയാളെ സംബന്ധിച്ചിടത്തോളം അത് ധർമ്മമാണ്. പക്ഷെ രാവണൻ എപ്പോഴെങ്കിലും തോന്നിയെന്ന് വിചാരിക്കൂ, സീതയെ കട്ടുകൊണ്ടിരുന്നായിരുന്നു, ഫിനിഷ്ഡ്. അയാളുടെ ആത്മീയത പോയി. എൻ്റെ അച്ഛൻ ഒരു ശവം അല്ലെങ്കിൽ മരം വെട്ടുകാരനാണ്, അല്ലെങ്കിൽ ശവം വെട്ടുകാരനാണെന്ന് വിചാരിക്കാം. അതേ ക്രമത്തിൽ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ അറിയാതെ ഞാൻ ചെയ്തു പോകുന്ന പല കാര്യങ്ങളും എന്നെ ദുഃഖത്തിൽ ആഴ്ത്തുന്നില്ലെങ്കിൽ അതെന്റെ ആത്മീയത. ഇപ്പൊ എന്റെ DNA-ക്ക് കോൺഫ്ലിക്റ്റ് ആവുന്ന, എന്റെ ബുദ്ധിക്കും മനസ്സിനും കോൺഫ്ലിക്റ്റ് ആവുന്ന ഏതെങ്കിലും സംഭവങ്ങൾ ഉണ്ടാവുമ്പോൾ ഞാൻ ദുഃഖിതനാവുമ്പോഴാണ് ഞാൻ ആത്മീയ പുരുഷനല്ലാതിരിക്കുന്നത്. അതാണ് ഇപ്പൊ ഈ പറഞ്ഞത്. ശവം കഴിക്കാണ്ടിരിക്കുക, ആരോടും ദേഷ്യപ്പെടാണ്ടിരിക്കുക. ദേഷ്യപ്പെടുത്താണ്ടിരിക്കുക, അതൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് എന്നെ എഫക്ട് ചെയ്യാണ്ടിരുന്നിട്ട് പിന്നെ അയ്യോ ചെയ്യരുതായിരുന്നു തോന്നാണ്ടിരുന്നാൽ മതി. തൂങ്ങിയിരിക്കാം.